ഹായ്, ഇന്നൊരു ബോണ്ടയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് പുറമേ നല്ല ക്രിപ്സിയായും അകത്ത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് മാവ് പൊടി തെള്ളി വെച്ചേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട്. ഒപ്പം ഇതിലൂടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ശർക്കരപ്പൊടി ഇവിടെ ഒന്നെങ്കിൽ ഉരുക്കിയതിടാം അല്ലെങ്കിൽ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസോളമാണ് ഇവിടെ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാവ് നന്നായിട്ട് പുളിച്ച് വരാനായിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയാണ് ഇടുന്നത്. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ വരെ സോഡാപ്പൊടി ഇടാം. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. ചായക്കടയിലെ ബോണ്ടയ്ക്ക് യൂസ് ചെയ്യുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതാ. ഇഡ്ഡലി ദോശമാവ് അല്ലെങ്കിൽ അപ്പം പുളിപ്പിച്ച മാവ് ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സ്വല്പം കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അല്പം ലൂസായിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ മാവ് ഇവിടെ സ്പൂൺ യൂസ് ചെയ്താണ് കോരി ഒഴിക്കുന്നത്. സ്പൂൺ വെച്ചായതുകൊണ്ട് തന്നെ മാവ് ഇവിടെ ലൂസായിട്ടിരുന്നാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കൈകൊണ്ടാണെങ്കിൽ മാവ് നന്നായിട്ട് മുറുകിയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. മധുരം അനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് മാവ് പൊടിക്ക് 1/2 കപ്പോളം ശർക്കര വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മാവ് നമ്മൾ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ രാവിലെ ഒരു 10 മണിക്കൊക്കെ മിക്സ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് 3 മണിയൊക്കെ ആകുമ്പം ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അത്രയും അവേഴ്സോളം ഇത് മൂടിയിരിക്കണം. അതുപോലെ ഇവിടെ മിക്സ് ചെയ്യുമ്പോൾ എയർ ബബിൾ കയറുന്നത് പോലെ കുഴച്ച് വയ്ക്കുക. കാരണം ഇത് ബോണ്ട നന്നായിട്ട് പൊങ്ങി വരാനായിട്ടും അതുപോലെ അകം നല്ല സോഫ്റ്റായി വെന്ത് വരാനായിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇത് നമ്മൾ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞപ്പം തുറന്നപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അത് വീണ്ടും ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്യുക. അതിനുശേഷം വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ എണ്ണ ചൂടായോ എന്ന് അറിയാനായിട്ട് സ്വല്പം മാവിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടില്ല. അല്ലെങ്കിൽ ചൂടായെങ്കിൽ ഇത് പെട്ടെന്ന് പൊങ്ങി വന്നേനെ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് സ്പൂൺ വെച്ച് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പം സിമ്മിലിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. ഇടയ്ക്ക് വേണമെങ്കിൽ അല്പം കൂട്ടിയിടാം ഫ്ലെയിം. സിമ്മിലിട്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇതിപ്പം ആയത് നമ്മൾ ആദ്യം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു കളർ ചേഞ്ച് സംഭവിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിലേക്ക് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.